സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണ്, എന്ത് പറഞ്ഞാലും കൊടുക്കുകയാണ്, ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് മുത്തുനബി പറഞ്ഞു, സിദ്ദീഖേ, ഇത് നിങ്ങളെ സമ്പത്ത് കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്, നിങ്ങളെ സമ്പത്ത് കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞില്ലേ, ഒരു കരച്ചിൽ. എന്തേ പറഞ്ഞത്? അവിടുത്തെ സമ്പത്ത് കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നതെന്നോ? അവിടുത്തെ സമ്പത്താണ് ഞാൻ, എൻ്റെ ശരീരം അത് മാത്രമോട് പറയുന്നുട്ടോ. ഈ സമ്പാദ്യം മുഴുവൻ എന്താണ്? അങ്ങേക്കാണ്. ഈ ശരീരം മുഴുവൻ അങ്ങേക്കാണ്. പിന്നെ എൻ്റെ സമ്പത്ത് അതാണ് അവരൊക്കെ എല്ലാം അങ്ങേക്കാണ്. ഓർമ്മവരുടെ മുകളിൽ ഇങ്ങനെ കയറുന്ന രാത്രിയുണ്ട്. ഒരിക്കലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നതുകൊണ്ട് സമയമായാലും ഒറ്റ സ്റ്റോപ്പാക്കണ്ടോ പറഞ്ഞേ, സമയമായി പറയണം. ഒരിക്കല് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റോന്ത് ഇങ്ങനെ ചുറ്റണം, മദീനത്തെ ടൗണിൽ ഇങ്ങനെ റോന്ത് ചുറ്റുന്ന സമയത്ത് രാത്രി ഉറക്കൊഴിച്ചിങ്ങനെ ഓതുമ്പോൾ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, ഓ ഉമറേ, നിങ്ങളെ രാത്രി എത്ര ഒരു ബറക്കത്തുള്ള രാത്രിയാണ്. ഒരൊറ്റ കരച്ചിലാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരുന്നിട്ടാണ് കരഞ്ഞു. ആ വാക്കിട്ട് കേട്ടപ്പോൾ എന്ത് പറഞ്ഞ്, എൻ്റെ രാത്രി ഉമറിന്റെ രാത്രികൾ എത്ര മഹത്വമുള്ള രാത്രിയാണെന്നോ. കേൾക്കണോ? സ്വഹാബിയോട് പറയാം, കേൾക്കണോ? എൻ്റെ പ്രിയപ്പെട്ട സിദ്ദീഖിന്റെ ഒരു രാത്രി ഉണ്ടല്ലോ, എൻ്റെ പ്രിയപ്പെട്ട സിദ്ദീഖിന്റെ ഒരു രാത്രിയും ഉമർ ഉറക്കമൊഴിച്ച ഈ രാത്രികൾ കൂട്ടി നോക്കിയാൽ സിദ്ദീഖിന്റെ ആ ഒരു രാത്രിയിലേക്ക് തട്ടൂലട്ടോ. ഏതാ രാത്രി? ഏതാ രാത്രി? ആ രാത്രി മുത്തുനബിയേക്കാളും ഒരു വയസ്സ് കുറവാണായിരിക്കും, 1-2 വയസ്സ് കുറവാണായിരിക്കും സിദ്ദീഖ് തങ്ങൾക്ക്. ആ സിദ്ദീഖ് തങ്ങളാണ് ഹബീബിനെ ചുമന്നിട്ട് ഓരോ സമയത്ത് മുകളിലേക്ക് നിന്ന് രണ്ടുപേരും നടക്കേണ്ട സമയത്ത് ഇടക്കൽ മുമ്പിൽ നിൽക്കേണ്ട സമയത്ത് സിദ്ദീഖ് ബാക്കിലേക്ക് നിൽക്കും, പിന്നെ വലത്തോട്ട് നിൽക്കും, പിന്നെ ഇടത്തോട്ട് നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നപ്പോൾ തങ്ങൾ ചോദിച്ചു, ഇത് പേടിയുണ്ടാവും? പേടിയുണ്ടോ സിദ്ദീഖെ? എന്ന് പറഞ്ഞു, പേടിയല്ല നബിയെ, എനിക്ക് ആ പേടിയില്ല. മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് സമാധാനമില്ല, മനസ്സിലായി. മുമ്പിൽ നിൽക്കുമ്പോൾ സമാധാനമില്ല. എന്താ കാരണം? ബാക്കിൽ നിന്ന് പഴന്മാര് വരുമോ? ബാക്കിൽ നിൽക്കുമ്പോൾ സമാധാനമില്ല. അപ്പൊ ഞാൻ വലത്തോട്ട് നോക്കി, ഇവിടെ നിന്നിട്ട് വരും, എന്താണ് ഐശ്വര്യ? അതൊക്കെ എന്നിട്ട് കുറച്ചാണ് എത്തിയപ്പോ ആ ശഫാക്കപ്പെട്ട പാദത്തിൽ നിന്ന് രക്തങ്ങനെ പൊടിയുന്ന സുദീകരണങ്ങൾക്ക് തോന്നിയപ്പോ കണക്കൊന്നും നോക്കിയില്ല, ഒരടുക്കലാണ് ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നാര മുത്തുനബി സിദ്ദീഖ് തങ്ങൾ ചുമലിലേറ്റിയിട്ടാണ് എങ്ങോട്ട് കയറ്റുന്നത്. ആ ഒരു രാത്രി ഉണ്ടല്ലോ, ആ ഒരു രാത്രി ഉണ്ടല്ലോ, ആ ഒരു രാത്രിയേക്കാൾ ഉമറിന്റെ രാത്രി ഒന്നുമല്ല കേട്ടോ. അതാണ് ഉമർന്നങ്ങളുടെ അവസ്ഥ. ഉമർന്നങ്ങളുടെ അവസ്ഥ വഫാത്തായി നടന്നിട്ട് ഹബീബ് വഫാത്തായി പറഞ്ഞപ്പോൾ വാളുകൾ എടുത്തു, വാളുകൾ ഓടിയിട്ട് സ്വഹാബത്തിന്റെ നേരെ ചേർന്നാണ് ബുദ്ധിക്ക് സംബന്ധിച്ചു. വഫാത്തായി എന്ന് പറയാൻ പാടില്ല എന്നാണ്. വഫാത്തായി ഒത്തിരി മരിച്ചു പറയാൻ പാടില്ല, പറഞ്ഞാൽ വിട്ടുന്നാണ്. എല്ലാവരും ഉമറല്ലേ, പേടിയല്ലേ, വിറ്റാന്ന് വിട്ടു. സ്വഹാബത്തൊന്നും എടുക്കുന്നില്ല. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു വരികയാണ്. സിദ്ദീഖ് നിങ്ങൾ എൻ്റെ ഭാര്യ കുടുംബത്തിന്റെ അടുത്തേക്ക് എന്തോ 3 കിലോമീറ്റർ അപ്പുറത്തെ ഒരു വിഷയത്തിന് വേണ്ടി പോയതാ. തിരിച്ചു വരുമ്പോൾ എന്താ അവസ്ഥ? സ്വഹാബത്തൊക്കെ മാറി നിൽക്കുക. സിദ്ദീഖ് മൃതങ്ങൾ വാളും പിടിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. വഫാത്തായി എന്ന് അറിഞ്ഞാൽ കൊല്ലുന്ന പറഞ്ഞത് ഒരൊറ്റ പ്രസംഗമാണ്. സിദ്ദീഖ് തങ്ങളുടെ ഒറ്റ പ്രസംഗം. എന്താവും പറയുന്നത് വിചാരിച്ചത്? നിങ്ങൾ മുഹമ്മദ് നബിയെ ആരാധിക്കുകയാണെങ്കിൽ, അതാണോ നിങ്ങളുടെ ചിന്ത? ആരാധിക്കുന്ന ദൈവമല്ല, ഇത് അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂലാണെങ്കിൽ വഫാത്തുണ്ട്, മരണമുണ്ട്. സിദ്ദീഖ് തങ്ങൾ വാള കെട്ടുപോയി, കൊച്ചു കുട്ടിയപ്പോൾ കരഞ്ഞുപോയി. ഉസ്മാൻ തങ്ങളുടെ നാവിന് ചലന ശക്തി നഷ്ടപ്പെട്ടു പോയതാണ്. അങ്ങനെ വഫാത്തായി നമ്മൾ ഉണ്ടാകാൻ കഴിഞ്ഞില്ല. ഉസ്മാൻ തങ്ങൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ വഫാത്തായി നിറഞ്ഞപ്പോൾ നാവ് ശക്തി പോയി സംസാരിക്കാൻ പോലും പോയി. അലിയായ തങ്ങൾക്ക് ഇരുന്നോടത്ത് എഴുന്നേക്കാൻ പറ്റിയില്ല, തളർന്നു പോയി. ഇതൊക്കെയാണ് ഇഷ്ക്. ഇതൊക്കെയാണ് ഇഷ്ക്. ഉസ്മാൻ തങ്ങൾ ഒരിക്കലും വലത് കൈ കൊണ്ട് നജസ് തൊടൂല. എന്താ കാരണം? ഉസ്മാൻ തങ്ങൾ വലത് കൈ കൊണ്ട് നജസ് തൊടൂല. എന്താ കാരണം? ഏത് എൻ്റെ ഹബീബിന് കൊടുക്കാനുള്ള കൈ
എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് നേരം വെളുത്ത് എൻ്റെ മുത്തിനു കൊടുക്കാനുള്ള കൈ, അതുകൊണ്ട് ഞാൻ ചെയ്യൂല, നജസ് തൊടൂല. അതാണ് ഇഷ്ടം. അവർക്കൊന്നും നമ്മൾ എത്തൂല മക്കളെ. എത്ര പാടിയാലും എത്തൂല, എത്ര പറഞ്ഞാലും അത് എത്തൂല. പക്ഷെ അവരുടെ ഇഷ്ടം പറഞ്ഞ കാരണം ഞങ്ങളെ തീരുമാനം വർദ്ധിപ്പിച്ചു തീർത്തേ. ഇനി എത്രയാ പറയാനുള്ളത്? അതുകൊണ്ട് ഞാൻ നിർത്താൻ ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാലും മുത്തുനബിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ നമ്മൾ നല്ലോണം കൊടുത്ത മതം പറയണം. നമ്മളെ നാടുകളിലും വീടുകളിലും മൗലിദ് നമ്മൾ നടത്തണം. ഇവിടെ നടത്തിയാൽ മാത്രം പോരാ, വരിക്ക് വിളിച്ചിട്ട് പറയണം. വീട്ടിലേക്ക് വിളിച്ചിട്ട് മൗലിദ് നമ്മൾ നടത്തണം. നമ്മളെ നാട്ടിലേക്ക് നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ മഹല്ലിൽ എന്തെല്ലാം പരിപാടി നടക്കുന്നുണ്ടോ സംഭാവനകൾ നമ്മൾ കൊടുക്കണം. അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തിയിട്ടുണ്ട്. നമ്മൾ ഉയർത്തിയില്ലെങ്കിലും ഉയർത്തും. അത് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് നമുക്ക്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇൻഷാ അല്ലാഹ് നമ്മളെ പരിപാടിയൊക്കെ ശുദ്ധിയാക്കണം. ഈ എല്ലാ മജ്‌ലിസും ശുദ്ധിയാക്കണം. എല്ലാ പരിപാടിയിലും നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അല്ലാഹു കബൂലാക്കി തരട്ടെ. പ്രയാസങ്ങളുള്ള കുറേ മുഅ്മിനീങ്ങൾ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെ വിഷമങ്ങളും ഒന്ന് മാറ്റി തരട്ടെ. അനുജൻ ബഹ്റൈനിലെ ജോലിയിൽ വിഷമത്തിലാണ് പറഞ്ഞത്. നീ മജ്‌ലിസിന്റെ സ്വലാത്ത് മജ്‌ലിസിന്റെ ബർക്കത്തുള്ള അല്ലാഹു അദ്ദേഹത്തിന്റെ ജോലിയിലെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ. സമാധാനവും സന്തോഷവും ബർക്കത്തുമുള്ള ജോലി അല്ലാഹു നൽകട്ടെ. അതുപോലെ ഈ മജ്‌ലിസിൽ വന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇഖ്വാനുകൾ, മുഅ്മിനാത്തുകൾ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റി തരട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട വിഷയം അവരുടെ ഉമ്മൻ്റെ ആണ്ടിൻ്റെ ദിവസം സഫറിലായിരുന്നു. വല്യമ്മ മരണപ്പെട്ടത് 13-ന്, ഉപ്പ മരണപ്പെട്ടത് 12-നുമൊക്കെ. പ്രത്യേകം ഭക്ഷണം അവരൊക്കെ പേരിലാണ് തന്നിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു അതിൻ്റെ പ്രതിഫലത്തവാദം അവരുദ്ദേശിച്ചവരുടെയും നമ്മളുടെയൊക്കെ കുടുംബത്തിനാണ് കടത്തിച്ചു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ശരിയല്ലേ നമ്മൾ പേര്